പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 98 ട്രൈ ദീസ് ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പേജ് നമ്പർ 123 ട്രൈ ദീസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ട്രൈ ദീസിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ആംഗിൾ എക്സ് ഇൻ ഈച്ച് ഫിഗർ. ഓരോ ഫിഗറിലെയും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി ഓർത്തിരുന്നാൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫിഗർ നോക്കിയേ. ഇവിടെ ഇങ്ങനെ രണ്ട് വരകൾ ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിനെ നമ്മൾ എന്തു പറയും? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നാൽ ആ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ രണ്ട് സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഏതാ? ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഈ 40 ഡിഗ്രി. ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ എക്സ്. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് എത്രയായിരിക്കും എന്ന് പറയാം? എക്സ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ആണ് എന്ന് പറയാം. റീസൺ എന്തെഴുതും? ബേസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. റീസൺ നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ഇനി MCQ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എക്സിൻ്റെ വാല്യൂ എന്താണ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്കിവിടെ എക്സ് കണ്ടുപിടിക്കാനുള്ളത് ഇതാ ഈ ആംഗിളാണ് നമുക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്, ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്. ഇത് രണ്ടും അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 45 ആയതുകൊണ്ട് ഇതും എന്താവും? 45 തന്നെ ആകും. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് 45 പ്ലസ് 45 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എഴുതിക്കണം, ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി. ഇനി എക്സ് പ്ലസ് 45 പ്ലസ് 45 ഈസ് 90 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എക്സ് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് ഇവിടെ എക്സ് കണ്ടുപിടിക്കണം. ഇവിടെയും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് വരും അല്ലേ. റീസൺ എന്തെഴുതാം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇനി ഇവിടെ നമുക്ക് ഈ ആംഗിൾ 100 എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ സൈഡ്സ് ഇത് രണ്ടുമാണ് അല്ലേ. ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ഇതും ഇതും വരണം. പക്ഷേ നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടുള്ളത് ഈ ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ്സിനും ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇതും എന്താണ് എന്ന് നമുക്ക് പറയാം? എക്സ് ആണ് എന്ന് പറയാം. അപ്പോൾ രണ്ട് ആംഗിൾ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എക്സ് എന്നെടുക്കാം. ഇനി നമുക്ക് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് പ്ലസ് 100 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 2x പ്ലസ് 100 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് 2x എന്ത് വരും? 2x ഈസ് ഈക്വൽ ടു 180 മൈനസ് 100. 2x ഈസ് ഈക്വൽ ടു 180 മൈനസ് 100 ഈസ് 80. എക്സ് ഈസ് ഈക്വൽ ടു 80/2 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തതിൽ ഈ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സിനും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഇത് എക്സ് ആയതുകൊണ്ട് ഇതും എക്സ് ആണ്. ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളാണ്. ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്നത്
ഈ ആംഗിളാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് വെച്ച് കണ്ടുപിടിക്കാം? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് 90 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ ഈസ് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇനി 2x പ്ലസ് 90 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് 2x എന്ത് വരും? 2x ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 2വിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 90/2 ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തതിൽ ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ്സ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്, ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഇതും, ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഇതുമാണ്. ഇത് രണ്ടും ഈക്വലായിട്ട് വരണം. ഇത് നമുക്ക് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. പക്ഷേ നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടുള്ളത് ഈ ആംഗിളാണ്. ഇവിടെ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് പ്ലസ് 40 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് പ്ലസ് എക്സ് ഈസ് 2x പ്ലസ് 40 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 2x ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 ഈസ് ഈക്വൽ ടു 140. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 140/2 ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ എക്സ് നമുക്കിവിടെ 70 ഡിഗ്രി എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ്സ്. ഈ ഈക്വലായിട്ടുള്ള ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളുമാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്കൊരു എക്സ്റ്റീരിയർ ആംഗിൾ 120 എന്ന് തന്നിട്ടുണ്ട്. ഈ എക്സും ഈ 120യും കൂടെ എന്താണ്? ലീനിയർ പെയർ ആണല്ലേ? ലീനിയർ പെയർ മീൻസ് ഈ രണ്ട് ആംഗിൾസും കൂടെ ചേർന്നാൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 120 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ലീനിയർ പെയർ. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് കിട്ടുമല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു 180. 120 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 180 മൈനസ് 120 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ എക്സ് നമുക്ക് 60 എന്ന് കിട്ടി. അതുകൊണ്ട് ഈ എക്സ് എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ 60 എന്ന് കിട്ടി. ഇനി ഈക്വൽ സൈഡ്സ് ഇത് രണ്ടുമാണ്. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്റ്റീരിയർ ആംഗിൾ 110 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഈ എക്സ്റ്റീരിയർ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്താണ്? ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഇറ്റ്സ് 2 ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഇത് രണ്ടെണ്ണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി എന്ന് എഴുതാം. ഇവിടെ എക്സ് ആയത് എങ്ങനെയാണ് എന്നറിയാലോ. ഇത് രണ്ടും ഈക്വൽ സൈഡാണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. അപ്പോൾ ഇവിടെ റീസൺ എന്തെഴുതണം? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. എക്സ് പ്ലസ് എക്സ് ഈസ് 2x ഈസ് ഈക്വൽ ടു 110. എക്സ് ഈസ് ഈക്വൽ ടു 110/2 ഈസ് ഈക്വൽ ടു എത്ര വരും? 55 ഡിഗ്രി. അപ്പോൾ എക്സ് നമുക്ക് 55 എന്ന് കിട്ടി. ഇനി അടുത്തതിൽ ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ്. അപ്പോൾ ആംഗിൾസ് ഏതൊക്കെ ഈക്വലായിട്ട് വരും? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വലായിട്ട് വരും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 30 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ആംഗിളും എക്സും കൂടെ എന്താണ്? ഇങ്ങനെ വരുന്ന ഈ രണ്ട് ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ എക്സ് എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ എക്സ് നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ട്രൈ ദീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.